ഹലോ ഓൾ, വെൽക്കം ടു കേരള സ്റ്റോക്ക് മാർക്കറ്റ് ഗൈഡ്. അപ്പം പതിവ് പോലെ തന്നെ ഈ ആഴ്ചയിലെ വീക്ക്ലി വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ നമ്മൾ എല്ലാ ആഴ്ചയും ഇതുപോലത്തെ വീക്ക്ലി വീക്കെൻഡുകളിൽ നമ്മൾ നിഫ്റ്റിയുടെയും അല്ലെങ്കിൽ ബാങ്ക് നിഫ്റ്റി അല്ലെങ്കിൽ MT ഇൻഡെക്സുകളുടെ ഒരു അനാലിസിസും ശേഷം നമ്മൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്ന സ്റ്റോക്സുകളുടെ ഒരു അനാലിസിസും നടത്താറുണ്ട്. സോ ആദ്യം തന്നെ ഡിസ്ക്ലെയിമർ ഞാൻ സൂചിപ്പിക്കുകയാണ്, ഇതൊരു റെക്കമെൻഡേഷൻ വീഡിയോ അല്ല, മറിച്ച് നമ്മൾ നിഫ്റ്റി അല്ലെങ്കിൽ ബാങ്ക് നിഫ്റ്റി അല്ലെങ്കിൽ മറ്റു സ്റ്റോക്സുകളെ കുറിച്ചും ഇൻസ്ട്രുമെൻസിനെ കുറിച്ചും എഡ്യൂക്കേഷണൽ പർപ്പസിന് ചെയ്യുന്ന വീഡിയോ ആണ്. നമ്മൾ പഠിക്കാൻ വേണ്ടിയിട്ട് പ്യൂർലി എഡ്യൂക്കേഷണൽ പർപ്പസ് ആണ്. നിങ്ങൾക്ക് ഇതെല്ലാം വാച്ച് ലിസ്റ്റിലിടാം, നിങ്ങളുടേതായ ടെക്നിക്കൽ അനാലിസിസ് ചെയ്യാനായിട്ടും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഓക്കെ, അപ്പോൾ ആ ഒരു മൈൻഡ് സെറ്റിൽ മാത്രം വീഡിയോ കാണാൻ ശ്രമിക്കുക. ആൻഡ് വീഡിയോയിലേക്ക് കടക്കും മുന്നേ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുണ്ട്. നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ലാസ്റ്റത്തത് ഒരു ടെക്നിക്കൽ റീസൺസ് ആണ് ഡിലീറ്റ് ആയി പോയിട്ടുണ്ട്. സോ അപ്പം പുതിയതായിട്ട് നമ്മുടെ വീഡിയോ കാണുന്ന ആളുകളും പഴയ മെമ്പേഴ്സും അടക്കമുള്ളവർ നമ്മുടെ ചാനലിൽ ഈ ചാനലിൽ ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക ടെലിഗ്രാമിൽ. എന്നാൽ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിലും എൻ്റെ ഡിസ്ക്രിപ്ഷനിലും പിൻ ചെയ്തിട്ടുണ്ട്, മറക്കാതെ ജോയിൻ ചെയ്യുക. വരുന്ന ആഴ്ചകളിൽ മാർക്കറ്റ് ഓൺ ആകുമ്പോൾ നമുക്ക് നല്ല രീതിയിൽ നമ്മുടെ ചാനൽ മുൻപോട്ട് കൊണ്ടുപോകാം. ആൻഡ് എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടിയിട്ടുള്ള കണ്ടൻസും സ്റ്റോക്ക് മാർക്കറ്റ് റിലേറ്റഡ് ന്യൂസസ് മറ്റ് നമ്മൾ ട്രേഡ് ചെയ്യുന്ന സ്റ്റോക്സുകളുടെ അപ്ഡേറ്റ്സ് എല്ലാം ഇതിൽ ഇടുന്നതായിരിക്കും. മാക്സിമം പേര് ഇതിൽ ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, പുതിയ ചാനലാണ്, അപ്പം പഴയ ആളുകളെല്ലാവരും പുതിയതായിട്ട് കാണുന്നവരും ഇതിൽ മാക്സിമം ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ സ്ട്രൈറ്റ് നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നിഫ്റ്റി ഒന്ന് അനലൈസ് ചെയ്ത ശേഷം നമുക്ക് പ്രാവശ്യം പഠിക്കാൻ എടുക്കുന്ന സ്റ്റോക്സിനെ കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നമ്മൾ നിഫ്റ്റി എടുത്ത് നോക്കുകയാണെങ്കിൽ എന്താണ് ഇവിടെ പൊതുവേ നമുക്ക് കാണാൻ കഴിയുന്നത് നമുക്ക് നോക്കാം. ഇപ്പോൾ നിഫ്റ്റിയിൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ നമുക്കറിയാം നിഫ്റ്റി എവിടെ നിന്നാണ് ഓൾ ടൈം ഹൈ 26,300 റേഞ്ച് 390 റേഞ്ചിൽ നിന്നും ഒരു സെല്ലിംഗ് പ്രഷർ നേരിട്ടു. ആൻഡ് മാർക്കറ്റ് ഇപ്പോൾ നിൽക്കുന്നത് ഒരു ഡിമാൻഡ് സോൺസിലാണ്, അതായത് മുന്നത്തെ ഡിമാൻഡ് സോൺസുകളിലാണ് മാർക്കറ്റ് ട്രേഡ് ചെയ്യുന്നത്. അപ്പോൾ ഇസ്രായേൽ ഇറാൻ US യുദ്ധം നമ്മുടെ മാർക്കറ്റിനെ വളരെയധികം പിടിച്ചുലച്ചിട്ടുണ്ട്. ആൻഡ് ഒരു സ്ട്രെങ്ത് എന്ന് പറയുന്ന കാര്യം മാർക്കറ്റിൽ നിലവിൽ ഇനിയും എടുക്കുന്നുണ്ട്, താമസമായിട്ടുണ്ട്. ബഡ്ജറ്റിന് ശേഷവും അല്ലെങ്കിൽ ഒരു ഫിനാൻഷ്യൽ ഇയർ എൻഡിന് ശേഷം മാർക്കറ്റ് ഒന്ന് ഉഷാറാവുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചതാണ്. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് ഈ ഒരു വരുന്ന മാസങ്ങളിലുള്ള അവസ്ഥ എന്ന്. അപ്പോൾ ടോട്ടൽ ഒരു പിക്ചർ മനസ്സിൽ വേണ്ടത്, നമുക്കിപ്പോൾ മാർക്കറ്റ് ഒരു സെല്ലിംഗ് പ്രഷർ നേടുകയാണ്. അപ്പോൾ നിങ്ങളിൽ പലരുടെയും സ്റ്റോക്സ് ഇപ്പോൾ എന്താ പറയുക, അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഒക്കെ ഒരു നെഗറ്റീവ് റിട്ടേൺ ആണെങ്കിൽ നമുക്ക് ടെൻഷനൊന്നും വേണ്ട. അത് പൊതുവേ മാർക്കറ്റിൻ്റെ ഒരു ഫേസ് ആയിട്ട് മാത്രം കാണുക. ഇൻവെസ്റ്റ്മെൻറ്റ്സ് അല്ലെങ്കിൽ ട്രേഡിംഗ് ഒക്കെ ചെയ്യുന്ന ആളുകൾക്ക് ഇങ്ങനെ ഒരു സെല്ലിംഗ് പ്രഷർ നേടുന്ന ഒരു സാഹചര്യം എപ്പോഴും മാർക്കറ്റിൽ ഉണ്ടായിരിക്കും എന്നുള്ളൊരു ബോധ്യത്തോടെ മാത്രം മാർക്കറ്റിൽ നിലനിൽക്കാൻ ശ്രമിക്കാം. അപ്പോൾ നമുക്ക് നോക്കാം. ഞാൻ 15 മിനിറ്റ് ചാർട്ട് എടുക്കുമ്പോഴത്തേക്കും നമുക്ക് മനസ്സിലാവുന്ന കാര്യം എന്ന് പറയുന്നത് മാർക്കറ്റിൽ ടോട്ടലി ഒരു നെഗറ്റീവ് സെന്റിമെന്റ്സ് ഇപ്പോൾ നിലവിലുണ്ട്. ആൻഡ് 24,330 എന്നുള്ള റേഞ്ച് മാർക്കറ്റിൽ അത്യാവശ്യം ഒരു ഡിമാൻഡ് സോൺ ആയിട്ട് ആക്ട് ചെയ്യാൻ പോസിബിലിറ്റി ഉണ്ട്. ഇപ്പോൾ ഒരു ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആണെങ്കിൽ മാർക്കറ്റ് ഈ ഒരു ഏരിയ അതിജീവിക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, ഈ ഒരു ഏരിയ 24,300 എന്നുള്ള സോൺ അതിജീവിക്കും എന്ന് പ്രതീക്ഷിക്കാം. മറിച്ച് മാർക്കറ്റിൽ സെല്ലിംഗ് പ്രഷർ കണ്ടിന്യൂ ചെയ്യുവാണെങ്കിൽ, അടുത്ത വീക്ക് സെല്ലിംഗ് പ്രഷർ കണ്ടിന്യൂ ചെയ്യുവാണെങ്കിൽ ഞാൻ താഴത്തെ ഈ സോണിലേക്ക് മാർക്കറ്റ് എത്തുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. 23,750 എന്ന് പറഞ്ഞ റേഞ്ചിൽ മാർക്കറ്റ് മേ ബി ഒരു സെല്ലിംഗ് പ്രഷർ കണ്ടിന്യൂ ചെയ്യുവാണെങ്കിൽ മേ ബി ഒരു 1 to 2% മൂവ്മെന്റ് നമുക്ക് അവിടെയും പ്രതീക്ഷിക്കാവുന്നതാണ്. സോ ഈ ഒരു 2 സോൺസ് ആയിരിക്കും അടുത്ത ആഴ്ച ഞാൻ ഫോക്കസ് ചെയ്യുന്നത്. അപ്പം ഈ ഏരിയ വരെ മാർക്കറ്റ് എത്താൻ പോസിബിലിറ്റി ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഒരു ലൈറ്റ് ആയിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട്. അപ്പം എന്തായാലും ഈ ഒരു ഏരിയയിലേക്ക് മാർക്കറ്റ് എത്തുവാണെങ്കിൽ മാത്രം അടുത്ത വ്യൂ ഞാൻ പറയുന്നതായിരിക്കും. ഓക്കെ, സോ നിഫ്റ്റിയുടെ എൻ്റെ ഒരു വ്യൂ അങ്ങനെയായിട്ട് തന്നെ ഇരിക്കട്ടെ. മാർക്കറ്റ് എന്തായാലും പ്ലേ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ഡെയിലി മാർക്കറ്റ് അനാലിസിസ് ചെയ്ത് നമുക്ക് തീരുമാനിക്കാം. നമ്മളിപ്പോൾ ഒരു പ്രഡിക്ഷനായിട്ട് നടത്തേണ്ട ആവശ്യമൊന്നുമില്ല. എന്തായാലും ഓരോ ഏരിയകളും മാർക്ക് ചെയ്ത് നമുക്ക് ഇവിടെയൊക്കെ മാർക്കറ്റ് ഡിമാൻഡ് എടുക്കാമെന്നുള്ള പോസിബിലിറ്റി നമുക്ക് നോക്കാം. ഓക്കെ, ആൻഡ് മാർക്കറ്റിൽ ഇപ്പോൾ ഞാൻ ഫോക്കസ് ചെയ്യുന്ന ഇൻഡെക്സ് എന്ന് പറയുന്നത് നിഫ്റ്റി ഡിഫൻസ് ആണ്. ഇപ്പം ഡിഫൻസ് ഇൻഡെക്സ് അറിയാം, ഉള്ളതിൽ ഏറ്റവും കൂടുതൽ മാർക്കറ്റ് ഒന്ന് ഹോൾഡായി നിൽക്കുന്നത് നിഫ്റ്റി ഡിഫൻസിലാണ്. അപ്പം നിഫ്റ്റിയുടെ ചാർട്ട് വെച്ച് നോക്കുമ്പോൾ നമുക്ക് നിഫ്റ്റി ഡിഫൻസ് അത്യാവശ്യം നല്ലൊരു ബ്രേക്ക് ഔട്ട് ഇന്നലത്തെ ദിവസം തന്നിട്ടുണ്ട്. ആൻഡ് കഴിഞ്ഞ കുറച്ച് മേ ബി യുദ്ധത്തിൻ്റെ സാഹചര്യം ആയതുകൊണ്ടായിരിക്കാം ഡിഫൻസ് ഇൻഡെക്സുകളിലേക്കാണ് മണി ഒഴുകുന്നത്. അപ്പം ആ ഒരു ചാർട്ട് നമ്മളെ ഫോക്കസിൽ വേണം. ഇപ്പം നിഫ്റ്റി ഇൻഡെക്സിൽ ഡിഫൻസ് ഇൻഡെക്സ് നമുക്ക് എന്തായാലും ഒന്ന് ഫോക്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത് സസ്റ്റെയിൻ ചെയ്യുമോ, ഈ ഒരു ബ്രേക്ക് ഔട്ട് സസ്റ്റെയിൻ ചെയ്യുമോ ഇല്ല എന്നുള്ളതൊക്കെ നമുക്ക് വരുന്ന ആഴ്ചകളിൽ അറിയാൻ കഴിയും. എന്തായാലും നിലവിൽ മാർക്കറ്റിൽ ബൈയിങ് പ്രഷർ നേരിട്ട അല്ലെങ്കിൽ വെള്ളിയാഴ്ച ബൈയിങ് പ്രഷർ വന്ന ഒരു മേഖല ഡിഫൻസ് സ്റ്റോക്കുകളാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ വാച്ച് ലിസ്റ്റിലുള്ള സ്റ്റോക്കുകൾ പരിചയപ്പെടാം. ഞാൻ ആദ്യമായിട്ട് എൻ്റെ വാച്ച് ലിസ്റ്റിലുള്ളത് ഞാൻ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തേക്കുന്ന കമ്പനിയാണ്. ഞാൻ കുറച്ചധികം കാലമായിട്ട് 140 റേഞ്ചിലാണ് ഞാൻ എന്തായാലും ഈ സ്റ്റോക്ക് വാങ്ങിയത്. ബെൽറൈസ് ഇൻഡസ്ട്രീസ് ഈ ഒരു 140 റേഞ്ച് കുറച്ച് മാസമായി വാങ്ങിയിട്ട്, എന്നിട്ട് വാങ്ങിച്ചിട്ട് അവിടെ അങ്ങ് ഹോൾഡ് ചെയ്തിട്ടേക്കുമായിരുന്നു. 140 റേഞ്ചിൽ മോസ്റ്റ്ലി ഞാൻ 40% റിട്ടേൺസ് എടുത്ത ശേഷം വെയിറ്റ് ചെയ്യുകയാണ്. അപ്പം ഈ ഒരു റേഞ്ചിലാണ് ഞാൻ വാങ്ങിയത്, 140 റേഞ്ചിലാണ് ഞാൻ ഈ സ്റ്റോക്ക് വാങ്ങിയത്. ആൻഡ് നിലവിൽ ഈ സ്റ്റോക്കിൻ്റെ അവസ്ഥ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ലാസ്റ്റ് ഡേ ഒരു 200 റേഞ്ച്
അടിച്ച ശേഷം മാർക്കറ്റ് 195 197 റേഞ്ചിൽ ക്ലോസ് ചെയ്തു. ഒരു സ്ട്രോങ് ക്ലോസിംഗ് എന്തായാലും സപ്ലൈ ടെസ്റ്റ് ചെയ്യാനായിട്ട് ക്ലോസ് ചെയ്തിട്ടുണ്ട്. എന്തായാലും ഇതിൻ്റെ ഒരു മൂവ്മെന്റ് നല്ലൊരു മൂവ്മെന്റ് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് ബെൽറൈസ് ഇൻഡസ്ട്രീസിൽ. സോ ഞാൻ എന്തായാലും എൻ്റെ ഒരു ഇൻവെസ്റ്റ്മെന്റ് പോർട്ട്ഫോളിയോ ആയിട്ട് ഞാൻ ഇത് ഹോൾഡ് ചെയ്യുവാണ് 140 റേഞ്ചിൽ നിന്ന്. അപ്പോൾ നമുക്ക് എന്താണ് ഇനി വരുന്ന ദിവസങ്ങളുടെ പ്രൈസ് ആക്ഷൻ ഞാൻ പ്രതീക്ഷിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അപ്പം എന്തായാലും 205 ആണ് ഒരു സപ്ലൈ. ഈ ഒരു സപ്ലൈ ബ്രേക്ക് ചെയ്താൽ മാത്രമേ ഇനി ഒരു ഫെർദർ മൂവ്മെന്റ്സ് ഞാൻ ഇതിൽ പ്രതീക്ഷിക്കുന്നുള്ളൂ ബെൽറൈസിൽ. എന്തായാലും ഒരു ഇമീഡിയറ്റ് മൂവ്മെന്റ്. അപ്പോൾ ഈ ഒരു സപ്ലൈ ആയിട്ട് ഞാൻ കണക്കാക്കുന്നത് 203 to 205 റേഞ്ച്. ഈ ഒരു റേഞ്ച് എന്തായാലും മാർക്കറ്റ് ബ്രേക്ക് ചെയ്യണം. അല്ലാത്ത പക്ഷം നമ്മൾ ഞാൻ ഡിമാൻഡ് ഏരിയാസിൽ കൂടുതൽ ആഡ് ചെയ്യാൻ ശ്രമിക്കും. അപ്പോൾ എന്തായാലും സപ്ലൈ ഇവിടെ നിലവിലുണ്ട് 205 റേഞ്ചിൽ. അപ്പോൾ ഈ ഒരു ഏരിയ ബ്രേക്ക് ചെയ്യില്ല എന്നുള്ള വാച്ച് ചെയ്ത ശേഷമായിരിക്കും എൻ്റെ ബെൽറൈസിൽ എൻ്റെ കണ്ടിന്യൂസിലുള്ള ഒരു മൂവ്മെന്റ്, അടുത്ത ആഡ് ഓണിനൊക്കെ ഉള്ള ഒരു ചിന്ത. അപ്പം ബെൽറൈസ് എന്തായാലും നല്ലൊരു ചാർട്ട് ഇവിടെ വിസിബിൾ ആണ്. ഓക്കെ, പ്രൈസ് ആക്ഷനും വിസിബിൾ ആണ്. ഓക്കെ, അപ്പോൾ അടുത്തൊരു ചാർട്ട് ഞാൻ എൻ്റെ കണ്ണിൽപ്പെട്ടതെന്ന് പറഞ്ഞാൽ പാർക്ക് മീഡിയ എന്ന് പറഞ്ഞ കമ്പനിയാണ്. പാർക്ക് മെഡി വേൾഡ് എന്ന് പറഞ്ഞ കമ്പനി. സോ നിങ്ങളിവിടെ നോക്കുകയാണെങ്കിൽ ഒരു IPO ബേസ്ഡ് ബ്രേക്ക് ഔട്ട് ആൻഡ് ഒരു കണ്ടിന്യൂഷൻ നടക്കുന്നുണ്ട്. നിങ്ങൾ നോക്കുക പാർക്ക് മെഡി വേൾഡ് ലിമിറ്റഡ് എന്ന് പറയുന്നത്. ഇപ്പം നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇത്രയും ദിവസമായിട്ടുള്ള ക്രാഷ് ഒന്നും ബാധിക്കാതെ ഈ സ്റ്റോക്ക് ഈ ഒരു ബേസിൽ നിന്ന് മോസ്റ്റ്ലി 50%ഓളം റിട്ടേൺ തന്നിട്ട് നിൽക്കുകയാണ്. സോ എന്തായാലും വളരെ സ്ട്രെങ്ത് കാണിക്കുന്ന ഒരു കമ്പനി ആയിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ എന്താ ഇമീഡിയറ്റ്ലി ഒരു ഡിമാൻഡ് സോൺ ആയിട്ട് 180 ഹാൻഡ് ആവാനുള്ള പോസിബിലിറ്റി ഉണ്ട്. ഡിമാൻഡ് ആയിട്ട് 180 ഡിമാൻഡ്. ഓക്കെ, ഡിമാൻഡ് സോൺ ആയിട്ട് ഒരു 180 നിൽക്കുകയാണ്. 180 ബ്രേക്ക് ആയാൽ മേ ബി വീക്ക്നെസ് ഉണ്ടാവാം. കാര്യം എന്തായാലും ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് നമുക്ക് പ്രതീക്ഷിക്കാം. ആൻഡ് ഇമീഡിയറ്റ്ലി ഒരു ഡിമാൻഡ് ആയിട്ട് 180, ഒരു 250, ഒരു 210, ഒരു 215, 230 റേഞ്ച്. ഫസ്റ്റ് പറയാം, ഈ ഒരു 230 റേഞ്ച്, 220 to 230 റേഞ്ച് ആയിരിക്കും മിക്കവാറും ഒരു സപ്ലൈ ആക്ട് ചെയ്യാൻ പോസിബിലിറ്റി. അതിൽ വളരെ നല്ലൊരു സ്ട്രക്ചർ ഇതിൽ കാണുന്നുണ്ട്. പാർക്ക് മെഡി വേൾഡ് എന്ന് പറഞ്ഞ കമ്പനി. എന്തായാലും നിങ്ങൾ വരുന്ന ആഴ്ചകളിൽ ഇതൊന്ന് വാച്ച് ചെയ്യുക. എന്തുകൊണ്ട് ഈ സ്റ്റോക്ക് ഇത്രയും പെർഫോം ചെയ്യുന്നു എന്നുള്ള കാര്യം എനിക്ക് വലിയതായിട്ട് ഫണ്ടമെന്റലി അറിയത്തില്ല. മറിച്ച് ടെക്നിക്കലി നോക്കുമ്പോഴത്തേക്കും ഈ കമ്പനിയിൽ വളരെയധികം സ്ട്രെങ്ത് കാണാൻ, വളരെ ഒരു ബ്രേക്ക് ഔട്ട് ആൻഡ് ഒരു ഫെർദർ മൂവ്മെന്റ് ആൻഡ് കൺസോളിഡേഷൻ ആൻഡ് വീണ്ടും ബ്രേക്ക് ഔട്ട് എന്നുള്ള രീതിയിൽ ഈ സ്റ്റോക്ക് വളരെ സ്ട്രെങ്ത് കാണിക്കുന്നതായിട്ട് നമുക്ക് അറിയാൻ കഴിയുന്നുണ്ട്. സോ എന്തായാലും വാച്ച് ലിസ്റ്റിലിടുക പാർക്ക് മെഡി വേൾഡ് ലിമിറ്റഡ് എന്ന് പറഞ്ഞ കമ്പനി. ആൻഡ് അടുത്ത കമ്പനി എന്ന് പറയുന്നത് ക്യൂബ് പവർ ആണ് ഞാൻ വാച്ച് ലിസ്റ്റിൽ ഇട്ടേക്കുന്നത്. ക്വാളിറ്റി പവർ ഇലക്ട്രിക്കൽ എക്യുപ്മെന്റ്സ് എന്ന കമ്പനി. അപ്പോൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ തന്നെ ഇതിൻ്റെ സപ്ലൈ എന്ന് പറയുന്നത് 1080 റേഞ്ച് ഒരു സപ്ലൈ റേഞ്ചാണ്. അപ്പോൾ അത് ഞാൻ മാർക്ക് ചെയ്തിടുകയാണ്. പാർക്ക് മെഡി വേൾഡിൻ്റെ തുടക്കത്തിലെ വിസിബിളി സപ്ലൈ ആണ് 1080 എന്ന് പറയുന്നത്. അപ്പോൾ മാർക്കറ്റ് ഇപ്പോൾ ഇവിടെ എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ഈ ഒരു സപ്ലൈ ഉണ്ടോ, ഇതും ഒരു സപ്ലൈ റേഞ്ച് ആയിരുന്നു. 860 എന്ന് പറയുന്ന ഒരു സപ്ലൈ റേഞ്ച് മാർക്കറ്റ് ബ്രേക്ക് ചെയ്തു. ആൻഡ് ബ്രേക്ക് ചെയ്ത ശേഷം അത് സസ്റ്റെയിൻ ചെയ്യാതെ തിരിച്ചൊരു ഡിമാൻഡ് ഏരിയയിൽ വന്നു. ആൻഡ് ഡിമാൻഡ് ഏരിയയിൽ നിന്ന് മാർക്കറ്റ് വീണ്ടും റീട്രേസ് ചെയ്യാനുള്ള ശ്രമമാണ് നടത്തുന്നത്. അപ്പോൾ ക്വാളിറ്റി പവറിലെ ഒരു പ്രൈസ് ആക്ഷൻ അത്യാവശ്യം നല്ലതായിട്ട് തോന്നി. ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ ട്രാപ്പിംഗ് എല്ലാം കണ്ടതുകൊണ്ട് തന്നെ എനിക്ക് കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. ഞാൻ വാച്ച് ലിസ്റ്റിൽ ഇട്ടു. ആദ്യം ഒരു 8% മൂവ്മെന്റ് ഇതിൽ ഉണ്ടാവുമെന്നായിരിക്കും ഞാൻ വാച്ച് ചെയ്യുക. ഒരു 900 970 റേഞ്ചിലേക്കുള്ള ഒരു മൂവ്മെന്റ് ഫസ്റ്റ് ഞാൻ വാച്ച് ചെയ്യും. ആ ഒരു മൂവ്മെന്റ് ഫർദർ കണ്ടിന്യൂ ചെയ്യുവാണെങ്കിൽ ഞാൻ ഈ ഒരു സപ്ലൈയിലേക്ക് പഠിക്കാനായിട്ട് ശ്രമിക്കും. ഓക്കെ, ക്വാളിറ്റി പവർ ഇലക്ട്രിക്കൽ എക്യുപ്മെന്റ്സ്. അപ്പോൾ എന്തായാലും ഇതൊന്ന് പഠിക്കാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ഇതൊരു ഡിമാൻഡ് ഏരിയ ആയിട്ട് 750 ആണ് നിൽക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഡിമാൻഡ് ഹോൾഡ് ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യം നമുക്ക് വരുന്ന ദിവസങ്ങളിൽ പരിശോധിക്കാം. ഡിമാൻഡ് ആയിട്ട് 750 ആണ് ക്വാളിറ്റി പവറിൽ നിലവിലുള്ളത്. എന്തായാലും നമുക്കൊന്ന് പഠിക്കാം. ഓക്കെ, അടുത്ത സ്റ്റോക്ക് എന്ന് പറയുന്നത് എൻ്റെ വാച്ച് ലിസ്റ്റിലുള്ളത് ലെൻസ്കാർട്ട് ആണ്. ലെൻസ്കാർട്ട് സൊല്യൂഷൻസ് നമുക്ക് എടുക്കാം. ലെൻസ്കാർട്ട് നോക്കുവാണെങ്കിൽ തന്നെ കണ്ടില്ലേ, ഇതെല്ലാം ഒരു IPO ബേസിൽ നിന്ന് അത്യാവശ്യം നല്ല രീതിയിൽ ബ്രേക്ക് ചെയ്യാനായിട്ടുള്ള ശ്രമം നടത്തുകയാണ്. അപ്പോൾ എന്തായാലും ലെൻസ്കാർട്ടിൽ ഇനിയുള്ള എൻ്റെ ഒരു ഫേവറേറ്റ് പൊസിഷൻ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഒരു സപ്ലൈ റേഞ്ച് ബ്രേക്ക് ചെയ്യുമോ ഇല്ല എന്നാണ് ഞാൻ നോക്കുന്നത്. അപ്പോൾ ഞാൻ കണക്കാക്കുന്നത് 540 ആണ്, 545 ആണ് ഒരു സപ്ലൈ ആയിട്ട് ഞാൻ കണക്കാക്കാൻ പോകുന്നത്. ഒരു 545 to 550 റേഞ്ച് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ അത്യാവശ്യം നല്ലൊരു മൂവ്മെന്റ് ലെൻസ്കാർട്ടിൽ ഉണ്ടാവുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. 540 to 550 ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്തിടുകയാണ് സപ്ലൈ. ഇതിൻ്റെ ഒരു സൈക്കോളജി അതാണ്. ഇപ്പം മാർക്കറ്റ് ഇപ്പം പ്രതീക്ഷിക്കാത്തൊരു മേഖലകളിലേക്ക് കടക്കും മുന്നേ ഒരുപാട് തവണ സെല്ലിംഗ് പ്രഷർ നേരിടാം. അപ്പം നിങ്ങളിവിടെ നോക്കുകയാണെങ്കിൽ തന്നെ ഒരു 530 റേഞ്ചിൽ നിന്ന് ഈ മാർക്കറ്റിന് പിന്നെ അങ്ങോട്ട് അപ്സൈഡ് പോകാനായിട്ട് ലെൻസ്കാർട്ടിൽ കഴിഞ്ഞിട്ടില്ല. ഇപ്പം ലാസ്റ്റ് തവണ ഇന്നലെ അറ്റംപ്റ്റ് നടത്തി 535 വരെ പോയി ശേഷം സ്റ്റോക്ക് ഡൗൺ സൈഡ് വരെയാണ് ഉണ്ടായത്. എന്നാലും സ്ട്രെങ്ത്തിന് കുറവൊന്നുമില്ല. ഈ ഒരു ഏരിയയിൽ 480 റേഞ്ച് നല്ലൊരു ഡിമാൻഡ് ഏരിയ ആയിട്ട് ആക്ട് ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട് ലെൻസ്കാർട്ട് സൊല്യൂഷനിൽ. അപ്പോൾ എന്തായാലും ഈ ഒരു സപ്ലൈ റേഞ്ച് ബ്രേക്ക് ചെയ്യുവാണെങ്കിൽ ഫർദർ മൂവ്മെന്റ്സും അല്ലെങ്കിൽ ഡിമാൻഡ് ഏരിയയിലായിരിക്കും ഞാൻ ആഡ് ചെയ്യാൻ നോക്കുക. ഒരു 470 റേഞ്ച് നല്ലൊരു ഡിമാൻഡായിട്ട് ഹോൾഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ സപ്ലൈ ആൻഡ് ഡിമാൻഡ് എപ്പോഴും മാർക്ക് ചെയ്തിടുക. അപ്പം ഈ ഒരു ഏരിയയിൽ നിന്നുള്ള പ്രൈസ് ആക്ഷൻ പഠിച്ച ശേഷം മാത്രമേ നമുക്ക് ഓരോ എൻട്രീസും നമ്മൾ പരിഗണിക്കാൻ പോലും പാടുള്ളൂ. കാര്യം എന്ന് പറഞ്ഞാൽ മാർക്കറ്റ് അത്രയ്ക്ക് എന്താ പറയുക, ഒരു പ്രിഡിക്റ്റബിൾ അല്ലാത്തൊരു അവസ്ഥയിലേക്ക് നിൽക്കുക.
ഓക്കെ, അപ്പോൾ അടുത്ത എൻ്റെ വാച്ച് ലിസ്റ്റിലുള്ള സ്റ്റോക്ക് എന്ന് പറയുന്നത് ബയോകോൺ. ഇതും ഞാൻ ഹോൾഡിങ്സിലുള്ള കമ്പനിയാണ്. ഇതിൻ്റെ ഒരു 400 റേഞ്ചിൽ ഞാൻ മാർക്ക് ചെയ്തിട്ടിരുന്നതാണ്. ആൻഡ് നിലവിൽ മാർക്കറ്റ് ഈ ഒരു ബാഡ് അറ്റ്മോസ്ഫിയറിലും ബയോകോൺ എന്ന് പറഞ്ഞ സ്റ്റോക്ക് പിടിച്ചു നിൽക്കാൻ ശ്രമിക്കുന്നുണ്ട്. കണ്ടില്ല, ഞാൻ ഇത്രയും സ്ട്രെങ്ത് കാണിച്ചു എന്ന് ഉറപ്പുവരുത്തിയ സ്റ്റോക്സാണ് പഠിക്കാനായിട്ട് വീണ്ടും എടുത്തത്. ആൻഡ് നിങ്ങളിവിടെ നോക്കുകയാണെങ്കിൽ തന്നെ ഒരു 407 ആയിരിക്കും ഇനിയുള്ള ഒരു ഡിമാൻഡ്സ്, ഒരു സപ്ലൈ എന്ന് പറയുന്നത്. ആ 407 ബ്രേക്ക് ചെയ്യുവാണെങ്കിൽ മേ ബി ഒരു 427 റേഞ്ചിലേക്കുള്ള ഒരു മൂവ്മെന്റ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ എന്തായാലും ഒരു 8% മൂവ്മെന്റ് ഉണ്ടാവുമോ ഇല്ലെന്നാണ് ഇതിൽ വാച്ച് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങളും ഇതൊന്ന് ചാർട്ടുകളൊക്കെ മാർക്ക് ചെയ്യുക, ഡിമാൻഡ് സപ്ലൈ സോൺസ് മാർക്ക് ചെയ്യുക. അപ്പോൾ നമ്മളിങ്ങനെ ഒരു കൊല്ലം 2 കൊല്ലമൊക്കെ ഇങ്ങനത്തെ കാര്യങ്ങളിൽ നമ്മൾ കണ്ടിന്യൂസ്ലി പഠിക്കാൻ ശ്രമിച്ചാൽ ഇതിൻ്റെ ഒരു സൈക്കോളജി മനസ്സിലാവും. ആൻഡ് നമ്മളും കോൺഫിഡൻ്റ് ആവും ട്രേഡുകൾ എടുക്കാനായിട്ട്. ഓക്കെ, അപ്പോൾ എന്തായാലും മാർക്കറ്റ് ഇടിയുവാണോ അല്ലെങ്കിൽ മാർക്കറ്റ് നല്ല രീതിയിൽ പോകുകയാണോ അതൊന്നും നിങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ നിങ്ങളുടെ സ്റ്റഡീസ് കണ്ടിന്യൂ ചെയ്യുക, ഇതുപോലെ സ്റ്റോക്സിലും ചാർട്ടിലും പഠിക്കാനായിട്ടുള്ള അറ്റംപ്റ്റ് കണ്ടിന്യൂ ചെയ്തു പോവുക. അപ്പം എന്തായാലും നമുക്ക് പതിയെ ഈ ഒരു കാര്യം ഈ ഒരു മെത്തേഡിൽ നമുക്ക് എഡ്ജ് കിട്ടുന്നതായിരിക്കും. ഓക്കെ, അപ്പം എന്തായാലും ഇത്രയും സ്റ്റോക്സ് നിങ്ങൾ അടുത്ത വീക്കിലേക്കും 2-3 ആഴ്ചത്തേക്കും വേണ്ടിയിട്ട് പഠിക്കുക. ആൻഡ് ഇതിൻ്റെ എന്തെങ്കിലും ഡൗട്ട്സുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എനിക്ക് ടെലിഗ്രാമിൽ മെസ്സേജ് ചെയ്യാം, അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾക്ക് ടൈപ്പ് ചെയ്തിടാം. ഞാൻ എല്ലാവർക്കും കഴിയുന്ന പോലെ തന്നെ റിപ്ലൈ ചെയ്യാൻ ശ്രമിക്കുന്നതായിരിക്കും. ഓക്കെ, സോ താങ്ക് യു.